നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 29, 2025 തിങ്കൾ. അങ്ങനെ ഇന്നും തുടർന്ന നഷ്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഇന്നുൾപ്പെടെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഒത്തിരിയേറെ കാരണങ്ങൾ മൂലമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ ഇൻഡസീസിൽ സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ നിഫ്റ്റിക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും ഇന്ന് ഓപ്പണിംഗ് നടത്തുവാനുമായി, എങ്കിലും 26,106 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. തുടർന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിന്റെ ഫലമായിട്ട് 25,920 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 100 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,942 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 345 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 79 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് ആകെ 822 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2070 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നതിന്റെ ഫലമായിട്ട് BSE മിഡ് ക്യാപ്പിന് 0.4% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ടാറ്റ സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ, ഏഷ്യൻ പെയിന്റ്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ HCL ടെക്നോളജീസ്, അദാനി പോർട്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ട്രെൻഡ്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ സെക്ടറിന് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ഓട്ടോ, IT, ഫാർമ, റിയാലിറ്റി, പവ തുടങ്ങിയ മേഖലകൾക്ക് 0.4% മുതൽ 0.8% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 13 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 89.98 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വരാൻ പോകുന്ന 2026 വർഷത്തില് ഇന്ത്യയിലെ പ്രൈമറി മാർക്കറ്റിന്റെ ആക്ടിവിറ്റി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കായിട്ട് കുതിച്ചുയരുമെന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ മൂല്യം വരുന്ന IPOs ആയിരിക്കും വരുന്ന വർഷത്തില് ഇന്ത്യൻ മാർക്കറ്റില് അരങ്ങേറ്റം കുറിക്കാൻ വേണ്ടി പോകുന്നതും. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടുകൂടി തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനുകളിൽ അതിശക്തമായ നേട്ടം കൈവരിച്ച റെയിൽവേ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും മോഡസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഗ്രോത്തിന് മുൻപോടിയായിട്ട് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയുടെ ഫലമായിട്ടും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം ഗോൾഡ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. തൽഫലമായി പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ഇന്ന് ഗോൾഡിന്റെ വിലയിലും 1% ഇടിവും ദൃശ്യമായിരുന്നു. തൽഫലമായി മണപ്പുറം ഫൈനാൻസ്, മുത്തൂറ്റ് ഫൈനാൻസ് തുടങ്ങിയ ഗോൾഡ് ഫൈനാൻസിംഗ് സ്റ്റോക്കുകളിൽ ഇന്ന് 2% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്നും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിലെയും വോളിയം വളരെ കുറവ് തന്നെയാണ്. മാത്രമല്ല വർഷാവസാനത്തോടനുബന്ധിച്ച് മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റി അനുഭവപ്പെടുമെന്നുള്ളതിനാൽ തന്നെ നിക്ഷേപകർ പുലർത്തുന്ന ജാഗ്രതയുമാണ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തുടരുവാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ 4 ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ആ 4 ട്രേഡിംഗ് സെഷനുകളിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായിട്ട് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. എങ്കിൽ ആകെ ആശ്വസിക്കാവുന്ന ഒരു ഘടകം, വെള്ളിയാഴ്ച അവർ 317 കോടി രൂപയ്ക്ക് മാത്രമേ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗും നടത്തുകയുണ്ടായുള്ളൂ. എങ്കിലും നിലവിൽ 2025 വർഷത്തില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് നേരിടേണ്ടതായിട്ടും വന്നത്. ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയുടെ പകുതിയോടുകൂടി തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ അവർ ബൈയിങ് നടത്തിയെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം നടത്തിയ സെല്ലിംഗ് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ഒരു പരിധിവരെ തകർക്കുവാനുമായി വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 2% ഇടിവ് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ അനുഭവപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വ്യാപാരം ആരംഭിച്ച് പിന്നീട് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം എത്രയും ഇടഞ്ഞോ അത്രത്തോളം തന്നെ ഉയർച്ച ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ
തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക തന്നെയുണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ക്രിസ്മസ് അവധിയെല്ലാം കഴിഞ്ഞു വന്ന US മാർക്കറ്റിൽ S&P 500 ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും S&P 500 നാസ്ഡാക്ക് ഉൾപ്പെടെ നേരിയ നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രവുമല്ല, ക്രിസ്മസിനോടനുബന്ധിച്ച് 3 ട്രേഡിംഗ് സെഷനുകളുടെ അവധിക്ക് ശേഷം, അതായത് 6 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വ്യാപാരം ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിലും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. അതുകൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലും വീക്ക്നെസ് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ഈ മാസത്തിലെ 3ാമത്തെ ആഴ്ചയിൽ അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ച ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനുകളിൽ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിക്കുകയുണ്ടായി. കാര്യമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയിട്ടും. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച ഇടിവ് ഇന്നും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് 13 പൈസയുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇതിനു പുറമെ ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 8-ാം തീയതിയായിരുന്നു ഇന്ത്യ വിക്സിൽ സിംഗിൾ ഡേയിൽ കുത്തനെ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായത്. അതിനുശേഷം എല്ലാ ട്രേഡിംഗ് സെഷനുകളിലും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയാണ് ഉണ്ടായത്. 1-2 ട്രേഡിംഗ് സെഷനുകളിൽ 1% ഉയർച്ച രേഖപ്പെടുത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഇന്ത്യ വിക്സിൽ ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് തന്നെ ഇൻട്രാഡേ ബേസിസിൽ 8%-ലേറെയും ക്ലോസിംഗ് ബേസിസിൽ 6.23% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി 9.72 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചതും കൂടാതെ മുൻപ് പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 69 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ഇന്ത്യൻ, ജപ്പാൻ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ തായ്വാൻ, കൊറിയൻ, ഇന്തോനേഷ്യൻ, സിംഗപ്പൂർ മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.89% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $61.79 പെർ ബാരൽ എന്ന നിലയിലായിട്ടും, ക്രൂഡ് ഓയിലിന്റെ വില 2% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $57.88 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേരുകയുണ്ടായി. അതേസമയം ഗോൾഡിന്റെ വിലയിൽ അതിശക്തമായ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്, ഏകദേശം $60 മുകളിൽ. തൽഫലമായി $4470.05 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് നിലവിൽ ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അരവിന്ദ് ഫാഷൻസ്, അരവിന്ദ് യൂത്ത് ബ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഫ്ലിപ്കാർട്ട് ഗ്രൂപ്പിന്റെ 31.25% വരുന്ന ഓഹരികൾ 135 കോടി രൂപയ്ക്ക് കമ്പനി സ്വന്തമാക്കുന്നു. SCPC MOIL ലിമിറ്റഡിൽ നിന്ന് 230 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. VA ടെക് വബാക് സൗദി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. മാധവ് ഇൻഫ്ര പ്രോജക്ട്സ് MP ഊർജ വികാസ് നിഗത്തിൽ നിന്ന് ഒന്നിലധികം ഓർഡറുകളിൽ നിന്നായി ഏകദേശം 342 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. BLS ഇന്റർനാഷണൽ സർവീസസ് അടുത്ത 5 വർഷത്തേക്ക് 20 മുതൽ 25% വാർഷിക വളർച്ച കമ്പനി പ്രതീക്ഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഗോ ഡിജിറ്റൽ ജനറൽ ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഹോൾഡിംഗ് കമ്പനിയെ ഇൻഷുറൻസ് ബിസിനസ്സുമായി ലയിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോളാർ വേൾഡ് എനർജി NTPC റിന്യൂവബിൾ എനർജിയിൽ നിന്ന് 725 കോടി രൂപയുടെ ഓർഡർ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.